ഓണമായി സുഹൃത്തുക്കളെ, കുപ്പിയും പാട്ടയും പാത്രമൊക്കെ കഴുകിക്കോ. ചുമ്മാതാണ് കേട്ടോ. ഇത് ഓണത്തിന് കഴുകലും വൃത്തിയാക്കലും ഒന്നും അല്ല. അപ്പം നമ്മുടെ ഇവിടെ ഇരുന്ന കുറേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി, ടിന്നുകളും പാത്രങ്ങളും ഒക്കെ. പക്ഷേ എനിക്കിങ്ങനെ ടിന്നുകളും പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ കാലം ഓർമ്മ വരും. കാരണം വിവാഹത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിലെ ഏറ്റവും ഉത്സവം അതുപോലെ തന്നെ ഓണമൊക്കെ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി ആയിരുന്നു ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെക്കുക. കാരണം അന്നൊക്കെ നമ്മുടെ കൈകൾ കുഞ്ഞു കൈകളായതുകൊണ്ട് ഈ പാത്രത്തിനകത്തൊക്കെ നമ്മുടെ കൈകൾ കയറും. അപ്പം അമ്മ എൻ്റെ അടുക്കെ പറയുമായിരുന്നു ഇതൊക്കെ കഴുകി വെക്കാൻ. അപ്പം ഞാനായിരുന്നു അതൊക്കെ കഴുകി വെക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് പാറയൊക്കെ ഉണ്ട്, പാറപ്പുറമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പോൾ ഈ ടിന്നുകളൊക്കെ കഴിയുമ്പോൾ ഞാൻ ആ കാലം ഓർക്കാറുണ്ട്, ഉത്സവം ഓണമൊക്കെ വരുമ്പോൾ ഉള്ള. പക്ഷെ നമ്മളിപ്പോൾ എത്ര കാലങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഫീലെന്ന് പറയുന്നത് വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നല്ലൊരു അനുഭൂതിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നല്ല പരുവമൊന്നും അല്ല, മുറ്റത്ത് വെക്കത്തക്ക രീതിയിലുള്ള പരുവമൊന്നും അല്ല, വെയിലൊന്നും ഇല്ല. എന്നിരുന്നാലും കഴുകി വെച്ച് കഴിഞ്ഞാൽ വെയിൽ കാണുമ്പോൾ പറക്കി മുറ്റത്ത് വെക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ കഴുകുകയാണ്. അപ്പോൾ ഓണമൊക്കെ ആയി ഒരുപാട് വിരുന്നും സുഹൃത്തുക്കളും ഒക്കെ വരാനൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ നടക്കുന്ന വീടുകളാണെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കഴുകി വെച്ചോളൂ. അപ്പോൾ നമുക്ക് വെയിലൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ എടുത്ത് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓണത്തിനുള്ള ജോലികൾ, ക്ലീനിങ്ങിൻ്റെ ജോലികളൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനിയിപ്പം കുറച്ച് നാളല്ലേ ഉള്ളൂ ഓണത്തിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.